നമസ്കാരമുണ്ട്. ഇന്ന് രാവിലെ ഒരു ന്യൂസ് കാണാനിടയായി. എനിക്ക് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നിയൊരു ന്യൂസാണ്. സോ ആ ന്യൂസിലൂടെ നിങ്ങളെ ഒരു ചിത്രം പരിചയപ്പെടുത്താമെന്ന് കരുതി. ന്യൂസ് വേറൊന്നുമല്ല, സാത്താൻ ആരാധിക്കുന്നവരുടെ സംഘടനയായ മറ്റേ സാത്താനിക് ഗ്രോട്ടോ, അവരും കാത്തലിക് വിശ്വാസികളും തമ്മിലൊരു ഏറ്റുമുട്ടലുണ്ടായി അമേരിക്കയിൽ വെച്ചിട്ട്. വേറൊന്നുമല്ല, അവിടെ അവർ ചർച്ചിൽ വരികയും അവരുടെ കറുത്ത കുർബാന നടത്താൻ റിലേറ്റഡുള്ള കാര്യങ്ങളൊക്കെയാണ്. അത് നിങ്ങൾ ന്യൂസ് കട്ടിങ്സൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരു കാലത്ത് ഒരു കാലത്ത് വളരെ രഹസ്യമായിട്ട് നടന്നു വന്നിരുന്നൊരു ആരാധന രീതിയൊക്കെ ആയിരുന്നു അവരുടെ. അത് ഇന്നത് പരസ്യമായി. ഇനി കേരളം മുതൽ ലോകമെമ്പാടും ഒരുപാട് പേര് സാത്താനിക് ഗ്രോട്ടോ അതിലൊക്കെ റിലേറ്റ് ചെയ്തിട്ടും ആരാധനകളൊക്കെ നടത്തുന്നതൊക്കെയാണ് പറയപ്പെടുന്നത്. അവരുടെ കറുത്ത കുർബാനയൊക്കെ വളരെ വിചിത്രമാണ് കേട്ടോ. വിചിത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് കേട്ട് കഴിയുമ്പോൾ നമുക്ക് തന്നെ എന്താണിത്, ആ ഒരു സീനൊക്കെ തോന്നും. കാര്യം ആർദ്രവ രക്തവും മദ്യവും ഒക്കെയാണ് ഇതിൻ്റെ ഉപയോഗിക്കുന്നതും. അവർ നഗ്നരായിട്ടാണ് ഈ ഒരു കുർബാന നടത്താറുള്ളത്. പിന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയാണ് ഇതിൻ്റെ അകത്തൊക്കെ ഇറങ്ങി ഒരുപാടൊക്കെ ഇത് ചർച്ച ചെയ്യാനല്ല, ഒരുപാടൊക്കെ ഇത് ഡീപ്പായിട്ട് നമ്മൾ ഇതിനെപ്പറ്റി അറിയാൻ ഞാൻ നിന്നില്ല. എൻ്റെ ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി അധികം ചിന്തിക്കുന്നു. പക്ഷേ ഇത് റിലേറ്റഡുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു സിനിമ ഇഷ്ടപ്പെടും. IMDb 7.2 റേറ്റിംഗ് കൊടുത്തിട്ടുള്ള 1987 റിലീസായ ചിത്രമാണിത്. അതിൻ്റെ ചെറിയൊരു പ്ലോട്ട് ഞാൻ പറയാം. ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ആളെ ഒരു വളരെ നിഗൂഢത നിറഞ്ഞൊരു മനുഷ്യൻ ഹയർ ചെയ്യുകയാണ്. ഒരാൾ മിസ്സായിപ്പോയി, ആൾ മിസ്സായതാണോ ഇപ്പോൾ ജീവനോടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഒന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. വളരെ നൈസായിട്ട് പുള്ളി അന്വേഷണം ആരംഭിച്ച് വളരെ സ്മൂത്തായിട്ട് പോകുന്ന അന്വേഷണം കുറച്ചങ്ങോട്ട് പോകുന്നതോറും ഇതിൻ്റെ ഒരു ഫേസ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അത് കുറച്ച് ഡാർക്ക് സൈഡിലൂടെ ഇങ്ങനെ പോകാൻ തുടങ്ങും. മറ്റേ വൂഡോ മാജിക്, പിന്നെ കുറച്ച് ഡാർക്ക് സൈഡ്, ബ്ലാക്ക് മാജിക് റിലേറ്റഡുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ഇതിങ്ങനെ കടന്നു പോകാൻ തുടങ്ങും. ആളും വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പുള്ളിയെ ഹയർ ചെയ്യുന്ന ആ നിഗൂഢത നിറഞ്ഞ ആ ഒരു മനുഷ്യൻ വേറെ ആരുമല്ല, റോബർട്ട് ഡെ നീറോയാണ്. ആ ഒരു ഇതിങ്ങനെ കഥ കുറച്ചിങ്ങനെ വളരെ ആദ്യം നമുക്ക് ചെറിയൊരു ഇതിലിങ്ങനെ വരും, പിന്നെ നല്ല എൻഗേജിങ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. കുറച്ചങ്ങ് എത്തി ഒരു അവസാന നിലയിലോട്ട് ഇങ്ങനെ പോകാൻ തുടങ്ങുമ്പോഴത്തേ നമ്മുടെ കിളിയൊക്കെ പറയും. സത്യം പറയാം, നമ്മുടെ കിളി നന്നായിട്ട് അങ്ങ് പറഞ്ഞു പോകും. നമ്മളെ കിളീനെയൊക്കെ കൂടി ഒരുമിച്ച് ഇങ്ങനെ തൂത്തുകൂട്ടി കൊണ്ടുവരാമെന്ന് വിചാരിക്കുമ്പോൾ നായകൻ്റെ കിളി ഒരു ചെയ്തൊരു പോക്കാണ്. സസ്പെൻസും മറ്റേ ത്രില്ലർ എന്താണ് സാധനം എന്ന് അറിയത്തില്ല. നമ്മുടെ ചിരി അങ്ങ് കൂടെ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും സത്യം പറയാമല്ലോ. പിന്നെ ഇതിൻ്റെ അത് കുറേ കൂട്ടത നിറഞ്ഞ കാര്യങ്ങളും സീനൊക്കെ കുറച്ച് നമുക്ക് നമുക്ക് ചിലർക്കൊക്കെ ഭയങ്കര ഡിസ്റ്റർബിങ് ഉണ്ടാക്കും. സീനില്ലാത്തവർക്ക് കാണാം കേട്ടോ. പക്ഷേ മസ്റ്റ് വാച്ചാണ്. അടിപൊളി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് എത്തുമ്പോഴേ നമുക്കൊരു സാധനം കിട്ടൂടെ, അത്രയ്ക്ക് പൊളി സാധനമാണിത്. പടത്തിൻ്റെ പേര് ഏഞ്ചൽ ഹാർട്ട്. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കാണണം. കാണാത്തവർ കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന പരിഗണിക്കുക. ടേക്ക് കെയർ.